ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. അതിൽ പലതും ഞാൻ യൂസ് ചെയ്യാത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോഴും കോമ്പിനേഷൻസൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് വർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡീപ്പായിട്ടുള്ള അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണിനൊക്കെ പറ്റുന്നതാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, ഗ്രേസ്. അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തായിട്ടുള്ളത് ഞാൻ എൻ്റെ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിങ്സ് എല്ലാം ഷെയർ ചെയ്യും. ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലുത് അവൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവൾ എടുക്കട്ടെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവൾ എനിക്കും തരാറുണ്ട്. ഞാനിത് ഓൺലൈനിൽ നൈക്കയിൽ ചെക്ക് ചെയ്തപ്പോൾ 999 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഒരു ഒരു ഹൈഡ്രേഷനുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ ലിപ്സുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് രണ്ടാമത്തേത് മാസിൻ്റെ സൂപ്പർ സ്റ്റേ പറഞ്ഞിട്ടുള്ള ഒരു ക്രയോണാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ ഇത് കുറച്ച് എൻ്റെ സ്കിന്നിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടോണും ലിപ്പും തമ്മിൽ ഭയങ്കരമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പ് ഔട്ടർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ രണ്ടും കൂടെ മെർജായി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്കിന്നിന് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇത് നന്നായിട്ടൊരു മാറ്റ് ഫിനിഷ് തരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫും ആണ്. അത് കാരണം നമുക്ക് നോർമലി ഇപ്പോൾ ഒരു 8 hours 9 hours ആ റേഞ്ചിലൊക്കെ ഇത് സ്റ്റേ ചെയ്യും ലിപ്സിൽ. പിന്നെ കുറച്ച് ഡ്രൈ ഔട്ട് ആക്കുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് ചെറിയൊരു ഡീമെറിറ്റായിട്ട് തോന്നിയത്. പിന്നെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിലൊക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ മാസിൻ്റെ പ്രൊഡക്ട്സൊക്കെ അങ്ങനെ തന്നെയാണ്, അഫോർഡബിൾ ആണ്. ഇതിപ്പോൾ തേർഡ് വണ് മനീഷ് മൽഹോത്ര മൈഗ്ലാമെന്ന് ഞാൻ എടുത്ത് കുറച്ച് കാലമായി വാങ്ങിയിട്ട്. അത് ഞാൻ വാങ്ങുന്ന സമയത്ത് 999 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇത്രയും പ്രൈസ് റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്ക് ആദ്യമായിട്ട് വാങ്ങുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. വാങ്ങിയ ടൈമിൽ എൻ്റെ ലിപ്സ് പറഞ്ഞാൽ നന്നായി ഡ്രൈ ലിപ്സ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ നല്ലപോലെ എനിക്ക് ഇതിൻ്റെ ഷെയ്ഡ് എൻ്റെ ലിപ്സിന് സ്യൂട്ടാവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാനത് ബ്ലഷായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ സ്കിൻ കെയറിലൊക്കെ ഫോക്കസ് ചെയ്യേ കാരണം എൻ്റെ ലിപ്സൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പിഗ്മെൻറ്റേഷനൊക്കെ കുറേ കാരണം ഇപ്പോൾ എൻ്റെ ലിപ്സിനും സ്കിൻ ടോണും ഇത് മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് സ്കിന്നിന് മാച്ചാവുക ലിപ്സിന് മാച്ചാവുക എന്ന് പറഞ്ഞാൽ ലിപ്പിൻ്റെ കണ്ടീഷനും കൂടെ അനുസരിച്ചിരിക്കും. സോ ഇപ്പോൾ എനിക്കിത് വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഫേസ് സ്കാനറുടെ ഒരു ഏതാ ഷെയ്ഡ്, ഓക്കെ, ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ എൻ്റെ ദേവുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് ഞാൻ ഈ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇത് നന്നായിട്ട് ഡ്രൈ ഔട്ട് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഡ്രൈ ഔട്ട് ആക്കുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇതിൻ്റെ ഷെയ്ഡാണെങ്കിലും അതുപോലെ തന്നെ കവറേജ് ആണെങ്കിലും ഒക്കെ സൂപ്പർബാണ്. പിന്നെ എൻ്റെ ലിപ്സ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലിപ്പ് ആയത് കാരണം അതുപോലെ തന്നെ അത്യാവശ്യം നന്നായി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് ആയ കാരണം എനിക്കിങ്ങനത്തെ അത്യാവശ്യം ഡ്രൈ ഔട്ട് ആക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് പ്രശ്നമാണ്. സോ ഞാനത് ഒക്കേഷനലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. റെഗുലർ യൂസിന് ഞാൻ അതെടുക്കാറില്ല. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ. പിന്നെ എത്ര ട്രാൻസ്ഫർ പ്രൂഫായിട്ടുള്ള അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ആണെങ്കിലും എനിക്ക് ഈ ലിപ്സ് ലിക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട്, ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് കുറച്ചേ ലാസ്റ്റ് ചെയ്യുള്ളൂ. എനിക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതും ഫേസ് സ്കാനറുടെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ന്യൂഡ് പീച്ച് പിങ്ക് ആ ഒരു ഷെയ്ഡിൽ വരുന്ന ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ന്യൂഡ് ഷെയ്ഡായ കാര്യത്തിൽ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഈ റെഡിൻ്റെ കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതൊരു നാച്ചുറൽ ലുക്കൊക്കെ വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെന്താ വെച്ചാൽ ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ബഫ് ന്യൂഡ് 05 അങ്ങനെയാണ്. ഇതിൻ്റെ പ്രൈസും അഫോർഡബിളാണ്. ഇത് പിന്നെ റെഡ്, നമുക്ക് എത്ര ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിലും നമുക്ക് ഓൾവേസ് റെഡ് കയ്യിൽ വേണം. കാരണം ഒരു പാർട്ടി ലുക്കാണെങ്കിലും ഒരു വെഡ്ഡിങ് ലുക്കാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ബോൾഡ് ലുക്കൊക്കെ ആവശ്യമുള്ള സിറ്റുവേഷനിൽ റെഡാണ് ഓൾവേസ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അതുപോലെ തന്നെ തിരുവാതിരക്കളി ഇതിനൊക്കെ. ഇത് ഫേസ് സ്കാനറുടെ ഒരു ലിപ് ക്രയോണാണ് കേട്ടോ. വിത്തൗട്ട് മേക്കപ്പിൽ ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ മേക്കപ്പ് ഒന്നുമില്ല, നല്ല വെർജിൻ സ്കിന്നാണ്. അപ്പോൾ വിത്തൗട്ട് മേക്കപ്പിൽ ഇതുപോലെ റെഡ് ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് കിട്ടും, ഫിനിഷിങ് കിട്ടും. ഇത് പിന്നെ മൈഗ്ലാം തന്നെ വാങ്ങിയതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇത്. എനിക്ക് ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുമാതിരി വിളറി വെളുത്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതും ഞാൻ പറഞ്ഞ പോലെ ഈ ന്യൂഡ് ഷെയ്ഡിൻ്റെ മേലൊക്കെ ഒന്നിലേക്ക് വേറെ ഏതെങ്കിലും ഡാർക്ക് കളേഴ്സ് മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് കളർ ലിപ്പ് ലൈനർ എടുത്തിട്ട് ഔട്ടർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തനിയെ അപ്ലൈ ചെയ്തതും ഇപ്പോൾ ലിപ്പ് ലൈൻ ചെയ്തിട്ട് നോക്കും നിങ്ങൾക്ക് ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. ഈ ന്യൂഡ് ഷെയ്ഡ്സൊക്കെ എൻ്റെ കയ്യിൽ റെസ്റ്റ് ഇൻ പീസിൽ ഇരുന്ന ഐറ്റംസാണ്. അപ്പോൾ ഞാൻ ലിപ്പ് ലൈനർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ആക്ച്വലി
ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലഷായിട്ടും അതുപോലെ തന്നെ ഐ ഷാഡോ ആയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. എന്തായാലും എടുത്ത് കളയാതിരുന്നത് ഭാഗ്യം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഒന്ന് പ്രോപ്പറായിട്ട് നല്ലൊരു ഈവൻ സ്കിൻ ആയാൽ തന്നെ നമുക്ക് മേക്കപ്പ് ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഫേസിന് ആപ്റ്റ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെടുത്ത് തേച്ചാലും അല്ലെങ്കിൽ എന്തെടുത്ത് അപ്ലൈ ചെയ്താലും അതിനൊക്കെ ഒരുമാതിരി ആ ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് ഉണ്ടാവുക. ഇത് പിന്നെ നൈക്കയുടെ എൻ്റെ എവരിഡേ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇത് കുറച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് കിട്ടാറുണ്ട്. ഷെയ്ഡുകളെല്ലാം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ താഴെ എല്ലാ ലിപ്സ്റ്റിക്സിൻ്റെയും താഴെ ഞാൻ കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഞാൻ സ്കിൻ കെയർ എല്ലാം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അൺഈവൺ സ്കിന്ന്, പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, ബ്രേക്ക് ഔട്ട്സിൻ്റെ എല്ലാം അത്യാവശ്യം നന്നായി ഡാമേജ് ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു. അതുപോലെ തന്നെ അത്രയ്ക്ക് ഫെയർ ആയിട്ടുള്ള സ്കിന്നൊന്നുമല്ല, അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്കിൻ ടോണാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ കാണിച്ച ലിപ്സ്റ്റിക്സ് എല്ലാം മാച്ചാവും. പിന്നെ ഇത് അത്യാവശ്യം വൈറലായ ഒരു ഐറ്റമാണ് മാസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ കുറേ ലിപ്സ്റ്റിക്സിൻ്റെ കാര്യം പറഞ്ഞത്, ന്യൂഡ് ലിപ്സ്റ്റിക്സിൻ്റെ ഒക്കെ കാര്യം, അതൊക്കെ വാങ്ങിയ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റിഗ്രറ്റൊക്കെ അടിച്ചിരുന്നു, കാരണം എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്നത്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് എനിക്ക് ഇതുവരെ പറഞ്ഞ പോലെ റിഗ്രറ്റ് അടിക്കേണ്ട ഒരു ആവശ്യം വരില്ല. കാരണം ഏത് സ്കിൻ ടോൺ ആണെങ്കിലും അതുപോലെ തന്നെ ഏത് സിറ്റുവേഷനിൽ കിടക്കുന്ന ലിപ്പാണെങ്കിലും ഡ്രൈ ആണെങ്കിലും ഒക്കെ ഇത് മാച്ചായി പോകും. സോ നിങ്ങൾ ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ വാങ്ങിക്കോളൂ എന്ന് ഞാൻ പറയും, കാരണം അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണിത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആയിട്ട് വാങ്ങിയൊരു ഐറ്റമാണ് നമ്മുടെ മേബിലിൻ്റെ വിനൈൽ ഇങ്ക്. ഇത് ഷെയ്ഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പി പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ കുറേ വീഡിയോസിൽ കുറേ യൂട്യൂബേഴ്സൊക്കെ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ വാങ്ങിയ സാധനമാണിത്. പക്ഷേ ഞാൻ വീഡിയോസിൽ കണ്ടതും എനിക്ക് കിട്ടിയ ഷെയ്ഡും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഗ്ലോ തരുന്നുണ്ട്. നമ്മൾ ലിപ്പിൽ ഞാൻ കണ്ടോ, ലിപ്പ് മറ്റേ അതിൻ്റെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ആ ഷൈനിങ്, സോ നന്നായിട്ട് ഷൈനിങ് തരുന്നുണ്ട്. അപ്പോൾ തന്നെ ലൈറ്റ് വെയ്റ്റാണ്, നല്ല കവറേജ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഈ സാധനം നല്ല വേർത്തിട്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു ഡാർക്ക് കളർ ലിപ്പ് ലൈനറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊള്ളി ലുക്കായിരിക്കും. സോ ഇതും നിങ്ങൾ ആരും പേടിക്കാതെ വാങ്ങിക്കോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്ന പ്രൈസിന് അവർ പറയുന്ന ഹൈപ്പിനും വേർത്തിട്ടായിട്ടുള്ളൊരു സാധനമാണിത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ എപ്പോഴും മുടിയിൽ കളിക്കുന്നതെന്ന്. മുടി പൊട്ടോക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുടിയായിട്ട് നന്നായിട്ട് ഒബ്സസ്ഡ് ആണ്. അപ്പോൾ ഓരോ സെക്കൻഡും പറഞ്ഞ പോലെ ഒന്ന് മുടി പരത്തി വിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യുക.